ഹലോ, ഇന്ന് നമുക്ക് ഒരു കുമ്പളങ്ങ മോരുകറി വെച്ച് നോക്കാം. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ളവരാണേ. അപ്പം നമ്മൾ പറമ്പിൽ നിന്നൊരു കുമ്പളങ്ങ ഇങ്ങ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ചേർക്കാനുള്ള നമ്മുടെ മുളക് പൊടി പറിച്ചെടുക്കുന്നുണ്ട്, പച്ചമുളക്. അതും അതിനാവശ്യത്തിനുള്ളതേ പറിച്ചെടുക്കുന്നുള്ളൂ. അതും എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ പോരുന്നു. ആ കുമ്പളങ്ങ ഒന്ന് ചെത്തി വൃത്തിയാക്കി ഇതുപോലെ പീസാക്കി കുക്കറിൽ പച്ചമുളകും ഇട്ട്, കൂടാതെ ലേശം മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ഒരു സീറ്റി അടിക്കാൻ വെക്കുന്നുണ്ട്. ഒറ്റ വിസിൽ മതിയെ. ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ തൈര് ഇതുപോലെ ഒന്ന് കട്ട കളഞ്ഞ് ഉടച്ച് എടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ എന്ത് വേണം, നമ്മൾ ഈ കടുക് വറക്കാനുള്ള സാധനങ്ങൾ: കൊച്ചുള്ളി, കരിയാപ്പല, വെളുത്തുള്ളി. ഞാൻ ഇവിടെ ഇതുപോലെ പച്ചമുളകല്ല എടുക്കുന്നത്, കടുക് വറക്കാനായിട്ട് കാന്താരി, വറ്റൽമുളക്, ഇഞ്ചി കുത്തിയതും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ കടുക് വറക്കാൻ പാൻ അടുപ്പേ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ടു. അത് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കടുക് വറക്കാൻ വെച്ചിരുന്ന കൊച്ചുള്ളി മറ്റ് സാധനങ്ങളും ചേർത്ത് ഇതുപോലെ നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുരിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നീട് ഈ വെന്ത കുമ്പളങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേന്, തിളച്ച് പോകരുത്, മോര് ചൂടാക്കി എടുക്കുമ്പോഴത്താൽ മതി. അപ്പം ആ സമയത്തേക്ക് നമ്മുടെ മോരുകറി റെഡിയായി. ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ.